കൊച്ചിയിലെ വെള്ളക്കെട്ട് ഹർജിയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. മുല്ലശ്ശേരി കനാലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. തിരുവനന്തപുരത്തെ ഇപ്പോഴുള്ള സാഹചര്യം നോക്കൂ, അതിലും കഷ്ടമാകും കൊച്ചിയിലെ സാഹചര്യമെന്നും കോടതി വ്യക്തമാക്കി. രേഷ്മയുണ്ട് വിവരങ്ങൾ നൽകാൻ. രേഷ്മ, എന്തൊക്കെയാണ് കോടതിയുടെ പരാമർശം? കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ ചില ഹർജികളുണ്ട്. ഈ ഹർജികൾ പരിഗണിച്ച വേളയിലാണ് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. മുല്ലശ്ശേരി കനാലിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് വിഷയവും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കണം, അതിലും കഷ്ടമായിട്ടായിരിക്കും കൊച്ചിയിലെ സാഹചര്യം എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഹർജികൾ പരിഗണിച്ച വേളയിലൊക്കെ തന്നെ മുല്ലശ്ശേരി കനാലിൽ കൃത്യമായിട്ട് ശുചീകരിക്കണമെന്നുള്ള സർക്കാർ ഉത്തരവുകൾ പല ഘട്ടങ്ങളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് മുന്നൊരുക്ക നടപടി എന്നുള്ള രീതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചിയിൽ നടക്കുന്നില്ല എന്ന് വേണം ഈ വെള്ളക്കെട്ട് വിഷയം പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുല്ലശ്ശേരി കനാലിലെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതു വിധത്തിൽ പുരോഗമിക്കുന്നുണ്ട്, ഇതിനുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിക്ക് സമീപത്ത് ഈ വെള്ളക്കെട്ടുണ്ട്. കാരണം ചെറിയ മഴ പെയ്താൽ പോലും ഹൈക്കോടതി ആ ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള റോഡുകളിലൊക്കെ തന്നെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. വഴിയാത്രക്കാർക്കടക്കം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് തന്നെ ജോലികളെല്ലാം പൂർത്തിയാക്കണം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുന്ന അറിയിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ കൊച്ചിയിലെമ്പാടും പലയിടങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മുല്ലശ്ശേരി കനാല് ശുചീകരിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ മാലിന്യമൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ശുചീകരണങ്ങൾ മാത്രം കൊച്ചി കോർപ്പറേഷൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് മുല്ലശ്ശേരി കനാൽ വൃത്തിയാക്കുവാനോ ഓടകൾ കൃത്യമായിട്ട് മാലിന്യം ാനോ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നില്ല. ഇതിന്റെ ഫലമായിട്ടാണ് കൊച്ചിയിലെമ്പാടും ചാറ്റൽ മഴ പെയ്താൽ പോലും ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. എന്തായാലും അടിയന്തര നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ നൽകിയ നിർദ്ദേശം. അതോടൊപ്പം തന്നെ മുല്ലശ്ശേരി കനാലിൽ നിലവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ജില്ലാ കളക്ടർ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്.